കേരള PSCയുടെ എല്ലാ എക്സാംസിനും കോമൺ ആയിട്ട് വരുന്ന കെമിസ്ട്രിയിൽ ഒരു ടോപ്പിക് ഉണ്ട്, നമ്മുടെ പീരിയോഡിക് ടേബിൾ ക്രമാവർത്തന പട്ടിക. നിങ്ങൾ ഇന്ന് കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആധുനിക ക്രമാവർത്തന പട്ടികയാണ് ദേ എൻ്റെ പുറകിൽ കാണിച്ചിരിക്കുന്നത്. ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ എങ്ങനെ ഉണ്ടായി എന്ന കാര്യം നിങ്ങൾക്കറിയാം അല്ലേ? അതായത് 30ഓളം മൂലകങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ലാവോസിയറുടെ ലോഹങ്ങൾ അലോഹങ്ങൾ വർഗീകരണം തുടങ്ങി. പിന്നെ ഡൊബറീനർ, കർട്ടോയിസ്, ന്യൂലാൻഡ്സ്, ലോതർമെയർ, മെന്റലേവ് ആൻഡ് ഫൈനലി ഹെൻറി മോസ്ലിയുടെ അറ്റോമിക നമ്പറിനെ അടിസ്ഥാനമാക്കി ആധുനിക ക്രമാവർത്തന നിയമത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ച നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ, അതല്ലെങ്കിൽ ആധുനിക ക്രമാവർത്തന പട്ടിക. ഈ ആധുനിക ക്രമാവർത്തന പട്ടികയിലെ കുത്തനെയുള്ള കോളങ്ങളെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പുകൾ. നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അത് ആകെ എത്ര ഗ്രൂപ്പുകളുണ്ട്? 18. ഇനി വിലങ്ങനെയുള്ള നിരകൾക്ക് വിളിക്കുന്ന പേരാണ് പിരീഡുകൾ. സീരീസുകൾ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല കേട്ടോ, പക്ഷെ നമുക്ക് പിരീഡ് എന്ന പ്രയോഗം മതി. അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാവരും ശീലിച്ചത്. ആകെയുള്ള പിരീഡുകളുടെ എണ്ണം എത്രയാണ്? 7. ഇപ്പൊ ഞാൻ പറയുന്ന ഈ നിമിഷം വരെയും 18 ഗ്രൂപ്പുകളിലും 7 പിരീഡുകളിലുമായിട്ട് ആകെ എത്ര മൂലകങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയാം. എത്രയുണ്ട്? 118. നമ്മൾ ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയില്ലേ, അതുപോലെ അറ്റോമിക നമ്പർ 1 ഹൈഡ്രജൻ തുടങ്ങി അറ്റോമിക നമ്പർ 118 ഓഗ്നസോൺ വരെയുള്ള മൂലകങ്ങളാണ് ദേ മോഡേൺ പീരിയോഡിക് ടേബിളിൽ എനിക്ക് പിന്നിലായിട്ട് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പീരിയോഡിക് ടേബിൾ കാണുന്നില്ലേ? കാണുമ്പോ എന്താ ഭംഗിയല്ലേ? പക്ഷെ ഇത് അത്ര നിസ്സാരക്കാരനല്ല. ഈ ഗ്രൂപ്പുകളിലും പിരീഡുകളിലും താഴെ കാണുന്ന സീരീസുകളൊക്കെ ഉണ്ടോ, അതിലൊക്കെ ഒളിച്ചിരിക്കുന്ന കുറേ വസ്തുതകളുണ്ട്, കുറച്ചധികം നിഗൂഢതകളുണ്ട്. അതെല്ലാമായിട്ട് നമുക്ക് പാർട്ട് 2 കാണാം.